കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 24 അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവന് പകരം ജീവൻ. അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അതുതന്നെ ചെയ്യണം. ഒടുവിനൊടുവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. പ്രിയമുള്ളവരെ, വളരെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണ് വചനത്തിലൂടെ നാം വായിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ചില പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ വചനങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പഴയ നിയമത്തിൻ്റെ ചില വരികളാണ് എങ്കിലും ആ കാലഘട്ടത്തിൽ മനുഷ്യൻ അവൻ്റെ സംസ്കാരവും അവൻ്റെ ജീവിതത്തിൻ്റെ ധർമ്മ വ്യതിയാനങ്ങളുമൊക്കെ പഠിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്രകാരം ഒരു തിന്മയിലേക്ക്, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഒരു സാംസ്കാരിക രീതിയിലേക്ക് കർത്താവ് മനുഷ്യനെ നയിക്കുന്നത്. വളരെ പ്രാകൃതമായ ജീവിത സമീപനങ്ങൾ പുലർത്തിയിരുന്ന ഒരു സമയം, മനുഷ്യൻ്റെ ജീവന് ഒട്ടും വിലയില്ലാതെ പരസ്പരം കൊന്നൊടുക്കുകയും യുദ്ധങ്ങൾ ജയിക്കുവാൻ വേണ്ടി എന്തും ചെയ്തുകൊണ്ടും വരുന്ന ഒരു സമൂഹത്തിലാണ് കർത്താവ് പറയുന്നത്, ജീവനെ ആരെങ്കിലും എടുത്താൽ ആ ജീവന് പകരമായി ജീവനെ തന്നെ നേടിയെടുക്കണം. അപ്പോൾ ഇത് മനുഷ്യർ പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു പാഠമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് ഇതിനെയെല്ലാം തിരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പഴയ നിയമത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ ചില നിയമങ്ങളെ പുതിയ നിയമത്തിൽ കർത്താവ് പ്രത്യേകിച്ച് മലയിലെ പ്രസംഗത്തോട് ചേർത്ത് ഇതെല്ലാം തിരുത്തപ്പെടുന്നുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ഈ കൽപ്പനകളെയെല്ലാം പുതിയ നിയമത്തിൽ തിരുത്തി. പക്ഷേ ഇതിൻ്റെ ആന്തരികതയിലേക്ക് നാം പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ പകരമായി, ഒരു മനുഷ്യൻ്റെ ജീവന് പകരമായി മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ, അത് സംഭവിക്കുന്നത് എവിടെയാണ്? ഒടുവിന് ഒടുവും അടിക്കടിയും കണ്ണിന് പകരം കണ്ണുമൊക്കെ നൽകപ്പെട്ടത് എവിടെയാണ്? അത് കർത്താവിൻ്റെ കുരിശു മരണത്തിലൂടെയാണ്. പാപം ചെയ്ത് ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ അതേ ജീവന് പകരമായി മറ്റൊരു ജീവൻ ഇതാ പകരം വയ്ക്കുകയാണ്. അതാണ് യേശുവിൻ്റെ ജീവൻ. നിത്യജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യനെ മുൻകൂട്ടി കണ്ട് പിതാവായ ദൈവം പുത്രനെ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവവുമായിട്ടുള്ളൊരു സാദൃശ്യം നിലനിർത്തേണ്ട ഒരു കാര്യമായി പോലും പരിഗണിക്കാതെ ദാസിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ദാസിയായ പരിശുദ്ധ അമ്മയിൽ നിന്ന് അവൻ പുറപ്പെട്ടു വന്നു. അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്, ജീവന് പകരം ജീവൻ കർത്താവ് നമുക്ക് നൽകി. കണ്ണിന് പകരം കണ്ണ് കർത്താവ് നമുക്ക് നൽകി. പല്ലിന് പകരം പല്ലും മർദ്ദനത്തിന് പകരം മർദ്ദനവുമൊക്കെ നമുക്ക് നൽകപ്പെട്ടു. ഇതെല്ലാം തിരികെയായി ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടതോടുകൂടി പഴയ നിയമത്തിലെ ഈ നിയമങ്ങളെല്ലാം അപ്രസക്തമായി എന്ന് നാം തിരിച്ചറിയണം. ഇതൊന്നും ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങളല്ല. കാരണം പുതിയ നിയമത്തിൽ കർത്താവ് ഇതിനെയെല്ലാം തിരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണോ പ്രാകൃതമായിരുന്നത് അതിനെയെല്ലാം തിരുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കീഴ്വഴക്കങ്ങൾ, ഒരു സാഹചര്യത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ പുതിയ നിയമമാകുമ്പോഴേക്ക് തിരുത്തപ്പെടുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിയമങ്ങളെല്ലാം യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതെല്ലാം ഏറ്റെടുക്കുകയും ഈ നിയമങ്ങളെയെല്ലാം അവൻ അതിൻ്റെ മറ്റൊരു തലത്തിൽ പൂർത്തിയാക്കാൻ പരിശ്രമിക്കുകയും അതിനെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ ദൈവിക നിയമങ്ങളാണ് നാം പാലിക്കേണ്ടത്. പുതിയ നിയമത്തിലെ ആ നിയമങ്ങൾ പാലിച്ച് ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.